വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ വയനാട്ടിലെ വൈകുന്നേര വിശേഷങ്ങളാണ് ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വയനാട്ടിലെ വൈകുന്നേര വിശേഷങ്ങൾ നമുക്കിന്ന് കണ്ടാലോ. അപ്പോൾ ഗൈസ് ആദ്യം തന്നെ എന്താ ഗൈസ്, നമ്മളിങ്ങനെ വൈകുന്നേര വിശേഷങ്ങൾ കാണിക്കുമ്പോൾ തന്നെ ആദ്യം ഞാൻ വീടിൻ്റെ പുറത്തിറങ്ങിയാണ് എല്ലാം കാണിക്കാറ്. അപ്പോൾ പുറത്തിറങ്ങി കാണിക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ ആ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഗേറ്റ് വരെയുള്ള ഒരു ഭാഗം വരെ പോവണം. കാരണം അത്രയും പോയില്ലെങ്കിൽ ഒരു ഫ്ലോ കിട്ടൂല. ഇങ്ങനെ പറയുമ്പോഴാണ് ഗൈസ് ദാ ഇവിടം വരെയാണ് ഞാൻ പോകുന്നുള്ളൂ. പക്ഷെ ഗേറ്റ് പുറകിലുണ്ട് ഗൈസ്, നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ദാ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരികയാണ്. കണ്ടോ ഗൈസ്, വൈകുന്നേര വിശേഷങ്ങളാണ് ഇവിടെ. കണ്ടോ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ പറമ്പ് ശരിക്കും ഉള്ളത്. പുല്ലൊക്കെ പോയി ഗൈസ്, അതൊക്കെ എപ്പോഴേ പറിച്ചിട്ടു. ഇതാണ് മേലപ്പറമ്പ് എന്ന് പറയുന്നത്. ഗൈസ് ഇവിടെ താഴെപ്പറമ്പും ഉണ്ട്. ഇങ്ങനെ രണ്ട് പറമ്പായിട്ടാണ് ഞങ്ങൾക്ക് പിരിച്ചു തന്നിരിക്കുന്നത്. മുനിസിപ്പാലിറ്റി അങ്ങനെ പിരിച്ചു തന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പിരിച്ചെഴുതുന്നു. ഇനി സെക്കൻഡ് ഇതാ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഒരു പശുവിനെയാണ്. എന്ന് പറഞ്ഞാൽ പശു മാമ കിടാവിനെ കാണിച്ചു തരാൻ പോവാണ് ഗൈസ്. ഇതാ പുല്ല് എന്നുകൊണ്ടിരിക്കുന്ന കിടാവ് ഗൈസ്. പക്ഷെ ഞാനിപ്പോൾ ഇതിൻ്റെ അടുത്തോട്ട് പോയാൽ അത് സ്വന്തമായിട്ടും ഉന്തിയിടും ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അടുത്തേക്ക് പോവാത്തത്. അപ്പോൾ നമുക്ക് ആദ്യം കണ്ടാലോ. ഇതാണ് കുറേ പുല്ല് തിന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇനി സെക്കൻഡ് ഉള്ളത് അടുത്തത് ഇതാ ഗൈസ്, ഇവിടുത്തെ മാവാണ്. ഗേറ്റ് പോലെ രണ്ട് മാവ് ആദ്യം വീടിൻ്റെ പുറകിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ വീടിൻ്റെ മുമ്പിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വീട് കാണണ്ടേ. ഇതാ ഗൈസ്, ഇതാണ് വീട്. രണ്ട് നില വീടാണ് ഗൈസ്. ദിസ് ഇസ് രണ്ട് നില വീട്. അപ്പോൾ രണ്ട് നില വീട്ടിലെ വിശേഷങ്ങളും കൂടെയാണ് ഞാനിന്ന് കാണിക്കുന്നത്. ഇതാ ഗൈസ് രണ്ട് നില വീട്. എനിക്കിത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇതാ ഗൈസ് രണ്ട് നില വീട്. ഇവിടെ ഞങ്ങൾക്കൊരു കാർ ഷെട്ടും കൂടി ഉണ്ട്. പക്ഷെ കാർ ഇപ്പോൾ ഇവിടെ ഇല്ല. കാറും കൊണ്ട് എൻ്റെ അച്ഛൻ ഇങ്ങോട്ട് പോയേക്കാണ്. ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്നത് രണ്ട് പട്ടികളെയാണ്. രണ്ട് പൂച്ചപ്പട്ടി എന്ന് പറഞ്ഞാൽ പൊമറേനിയൻ. അപ്പോൾ അതിനെ കണ്ടാലോ. ഇത് കണ്ടോ ഗൈസ്, ഇതാണ് എന്നോട് സ്നേഹമുള്ള ഏറ്റവും നല്ല പട്ടി. സെക്കൻഡ് പട്ടി പക്ഷെ എന്നെ കടിച്ചു കയറാൻ നിൽക്കുന്നത്. പക്ഷെ ഇതും പാവാണ്, ഞാൻ തൊടും. പക്ഷേ ഇതിനുള്ളിൽ ഇതാണ്, അതിങ്ങോട്ട് വരണം ഗൈസ്. ലിയ ഇങ്ങോട്ട് നോക്കിക്കേ. ലിയോ എന്നാണ് അതിൻ്റെ പേര്. ഇതിൻ്റെ പേര് മോട്ടി. ഇതുണ്ടോ, ഇതെന്നെ നക്കി കൊല്ലും ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ അധികം നിൽക്കാത്തത്. നക്കി കൊന്നാൽ പിന്നെ കുളിക്കേണ്ടത് പെട്ടെന്ന് തന്നെ വരും ഗൈസ്. കാരണം അത്ര പെട്ടെന്ന് കുളിക്കേണ്ടി വരും. കാരണം അത്രയും ഇതാക്കുന്ന ആളാണ്. സെക്കൻഡ് നമ്മുടെ ഈ പശു ഗൈസ്. സത്യം ഒന്ന് മുന്തിട്ടപ്പോൾ ഗൈസ്, ഇതാണ് ഗൈസ് പശു. നമ്മളിപ്പോൾ നേരത്തെ കണ്ട ആ കിടാവിൻ്റെ അമ്മയാണ് ഗൈസ് ഇത്. അപ്പോൾ ഇതാ ഗൈസ് ഇവിടെ കഴിഞ്ഞു. ഇതാണ് നമ്മുടെ പശു. ഇനിയുള്ളത് ഒരു കുളമാണ് ഗൈസ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അത് ഞങ്ങളുടെ തന്നെ കുളമാണ് കേട്ടോ. ഇതാ ഗൈസ്, ഇതാണ് ആ കുളം. ഈ കുളം എന്താണെന്ന് വെച്ചാൽ ആദ്യം ഞങ്ങൾ കുളിക്കാൻ ഉപയോഗിക്കുന്നതായിരുന്നു. പിന്നെ ഇതിനകത്ത് കടയിൽ നിന്ന് മേടിച്ച നെട്ര എന്നുള്ള ഒരു മീനുണ്ടായിരുന്നു. അപ്പോൾ ആ മീനെ മേടിച്ചിട്ട് ആ മീൻ ഇതിനകത്ത് ഇട്ടു ഗൈസ്. അപ്പോൾ അങ്ങനെയുള്ള വിശേഷങ്ങളാണ് ഗൈസ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ ഒരു കുളത്തിൻ്റെ ഇവിടം കൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ബൈ. അപ്പോൾ പിന്നൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ ആരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നിട്ടില്ലെങ്കിൽ അത് ഉടൻ തന്നെ ചെയ്തിട്ട് ഈ വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ ബൈ.